ഇന്ന് എനിക്കിവിടെ നോയ്സ് ലെവൽ നല്ല കുറവാണ്. സാധാരണ 9ൻ്റെ മേലെ ഉണ്ടാവുക. ഇന്നിപ്പോൾ ഒരു 4 ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് വാട്ടർഫാൾ ഡിസ്പ്ലേനെ കാണാനൊരു ഭംഗിയുണ്ട്. മറ്റത് ഫുള്ള് നോയ്സ് ആകുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല. ഇന്ന് രാവിലെയൊക്കെ 20 മീറ്ററൊക്കെ നോക്കിയപ്പോൾ ഫുൾ വൈറ്റ് നോയ്സ് ആണ്. കാണാൻ ഭയങ്കര വിഷമമായിരുന്നു. ഒരു സിഗ്നലും ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോൾ ശരിക്കും ഇപ്പോൾ പ്രൊപ്പഗേഷൻ കുറച്ച് കുറഞ്ഞാണ്. കുറച്ചുകൂടെ നേരത്തെ വാട്ടർഫാളിൽ കുറേ കൂടെ സിഗ്നൽസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 8 മണിയായപ്പോൾ കുറച്ച് സ്റ്റേഷൻസൊക്കെ നിർത്തിയിട്ടുണ്ടാവും MQയിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വന്നപ്പോഴാണ് എനിക്ക് 3D SS അത്ര ഭംഗിയുണ്ടെന്നുള്ളത് മനസ്സിലാകാൻ തുടങ്ങിയത്. മറ്റ് 3D SS ഞാൻ നോക്കുമ്പോൾ ഫുൾ ഇതേപോലെ നോയ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നോയ്സ് കുറച്ച് കുറവായതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഭംഗി 3D ഡിസ്പ്ലേയുടെ കാണാൻ പറ്റും. അത് കുറച്ച് RF ഗെയിൻ കുറയ്ക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് വരും. നോയ്സ് കുറയുന്നത് കണ്ടില്ലേ RF ഗെയിൻ കുറയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് പിന്നോട്ട് പോകുന്നത് പഴയ സിഗ്നൽസാണ്, മുന്നിൽ കാണുന്നത് പുതിയ സിഗ്നൽസാണ്. അപ്പോൾ ഞാനിപ്പോൾ RF ഗെയിൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. RF ഗെയിൻ കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് DB കൂടുന്നത് കാണാം. അതായത് അതിലും കുറവ് DB ഉള്ള സിഗ്നൽ പിക്കപ്പ് ചെയ്യില്ല എന്നാണ് അതിനർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നോയ്സിൻ്റെ ലെവൽ 20 dB ആയി. കുറച്ച് കഴിഞ്ഞാൽ അതാ 40 dB, ഇനിയും കുറച്ച് കഴിഞ്ഞാൽ 60 dB. എന്ന് വെച്ചാൽ അതിൻ്റെ താഴെയുള്ള സിഗ്നൽ ഇവിടെ വരില്ല എന്നർത്ഥം. അതാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RF ഗെയിൻ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കില്ല, DB അല്ലാതെ കൂടും. ഇപ്പോൾ ഞാൻ തിരിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബേസിക് നോയ്സ് 4 ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ തമാശ. അപ്പോൾ RF ഗെയിൻ കുറച്ച് വെച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ DB നല്ലോണം കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നർത്ഥം.